ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നിമിഷം ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു ശ്വാസം ഒടുങ്ങുന്നുണ്ടാകും. ആ ആത്മാവ് ഇനി എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ? ഈ ചോദ്യം ഒരു ശിഷ്യൻ ആശ്രമങ്ങൾ തോറും ചോദിച്ചു. കാടുകൾ കടന്നു ചോദിച്ചു, പണ്ഡിതന്മാരോട് ചോദിച്ചു. ആരും ഉത്തരം നൽകിയില്ല. ഒടുവിൽ ആ ഉത്തരം കൊടുത്തത് ഒരു വേശ്യയായിരുന്നു. ഇത് ഒരു ഗുരുവിന്റെ കഥയാണ്, ഒരു ശിഷ്യന്റെ കഥയാണ്, ഒരു സ്ത്രീയുടെ കഥയാണ്. ഒടുവിൽ ഇത് നിങ്ങളുടെയും കഥയാണ്. ഒരു ചെറിയ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ ഒരു സന്യാസി വസിച്ചിരുന്നു. കാഷായ വസ്ത്രം ധരിച്ച, നെറ്റിയിൽ ഭസ്മക്കുറി തൊട്ട, കണ്ണുകളിൽ ഒരു ആഴമേറിയ ജ്ഞാനപ്രകാശമുണ്ടായിരുന്ന ഒരാൾ. ദൂരദേശങ്ങളിൽ നിന്നുവരെ ആളുകൾ ആ ആശ്രമത്തിലേക്ക് ഒഴുകിവന്നു, ആ ഗുരുവിന്റെ ഒരൊറ്റ വാക്ക് കേൾക്കാൻ. ഒരിക്കൽ ആ ഗുരു തന്റെ ഒരു ശിഷ്യനെ അരികിലേക്ക് വിളിച്ചു. വർഷങ്ങളായി ആ ആശ്രമത്തിൽ വസിക്കുന്ന ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയ ഒരു ചെറുപ്പക്കാരനെ. ഗുരു ശാന്തമായി പറഞ്ഞു, വത്സ, ഗ്രന്ഥങ്ങൾ നിനക്ക് അക്ഷരങ്ങളെ പഠിപ്പിക്കും, പക്ഷേ ജീവിതമാണ് നിന്നെ മനുഷ്യനാക്കുന്നത്. നീ ഇന്ന് ഈ ആശ്രമം വിട്ടിറങ്ങണം. ഒരു വർഷം ദേശം ചുറ്റണം, ഗ്രാമങ്ങൾ കാണണം, മനുഷ്യജീവിതം അടുത്തറിയണം. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരണം. ആ ശിഷ്യൻ വണങ്ങി, ഒന്നും ഉരിയാടാതെ ആ ആശ്രമം വിട്ടിറങ്ങി. അടുത്ത ഒരു വർഷം ആ ശിഷ്യന്റെ ജീവിതം മാറി. പൊള്ളുന്ന വെയിലിൽ കിലോമീറ്ററുകൾ നടന്നു, പേമാരിയിൽ മരച്ചുവട്ടിൽ അഭയം തേടി, ചന്തകളിലെ ബഹളങ്ങൾ കണ്ടു, പട്ടിണിക്കാരന്റെ കണ്ണുനീർ കണ്ടു, സമ്പന്നന്റെ അഹങ്കാരം കണ്ടു. ആശ്രമത്തിൽ ഗ്രന്ഥങ്ങളിൽ വായിച്ചെറിഞ്ഞ ജീവിതം ഇവിടെ നേരിൽ അനുഭവിച്ചു. ഒരു വർഷം കഴിഞ്ഞ് ക്ഷീണിച്ച ശരീരവും പക്വമായ മനസ്സുമായി ആ ശിഷ്യൻ ഗുരുവിന്റെ മുന്നിൽ മടങ്ങി നിന്നു. ഗുരു ചോദിച്ചു, നിന്റെ ഈയൊരു വർഷം ഒന്നെങ്കിലും കണ്ടെത്തിയോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു, ലോകം ഒരു വലിയ പാഠപുസ്തകമാണ്. ഒരു ഗ്രന്ഥവും ഇത്ര ആഴത്തിൽ പഠിപ്പിക്കില്ല. ഒരു ദിവസം പ്രഭാതം, ആശ്രമമുറ്റത്ത് ഗുരുവും ശിഷ്യനും നിൽക്കുന്നു. ദൂരെ ഒരു ശ്മശാനയാത്ര കടന്നുപോകുന്നത് കണ്ടു. വിലാപശബ്ദം, ഒരു മൃതദേഹം. ആ നിമിഷം ഗുരു ശിഷ്യന്റെ നേരെ തിരിഞ്ഞ് ഒരു അസാധാരണ കൽപ്പന നൽകി. വത്സ, ആ മനുഷ്യൻ മരിച്ചു. ആ ആത്മാവ് ഇനി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കണ്ടെത്തിവരിക. ആ ശിഷ്യൻ നിൽക്കുന്നു, അമ്പരന്നു. ഒരു മൃതദേഹത്തിന്റെ ആത്മഗതി ഏത് ഗ്രന്ഥത്തിലുണ്ട്? ഏത് ജ്ഞാനിക്കറിയാം? ഗുരുനിന്ദ ഭയന്ന് ഒന്നും ഉരിയാടാതെ ആ ശിഷ്യൻ ആ ശ്മശാനയാത്രയെ പിന്തുടർന്നു. കത്തുന്ന ചിതയ്ക്ക് മുന്നിലിരുന്നു, കണ്ണടച്ചു. 1 മണിക്കൂർ, 2 മണിക്കൂർ. ആകാശം ഇരുണ്ടു. ആ ചാരത്തിൽ ഉത്തരമില്ല, ആ കാറ്റിൽ ഉത്തരമില്ല, ആ നക്ഷത്രങ്ങളിൽ ഉത്തരമില്ല. ഒടുവിൽ ആ ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശിഷ്യൻ ശിരസ് കുനിച്ചു പറഞ്ഞു, ഗുരു, എനിക്ക് കഴിഞ്ഞില്ല. ആ നിമിഷം ഗുരുവിന്റെ കോപം ആകാശത്തോളം ഉയർന്നു. ഒരു വർഷം ലോകം ചുറ്റിയ നിനക്ക് ഒരു ആത്മാവിന്റെ ഗതി കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ഈ ഉത്തരം ലഭിക്കാതെ ഇനി ഈ ആശ്രമപടി ചവിട്ടരുത്, പോ. ഹൃദയം തകർന്ന ആ ശിഷ്യൻ ഒരു ചെറിയ പൊതിക്കെട്ടുമായി ആ ആശ്രമം വിട്ടിറങ്ങി. അന്ന് ആ ഗ്രാമം ഉറങ്ങുകയായിരുന്നു, ആ ആശ്രമം ഉറങ്ങുകയായിരുന്നു, ആ ഗുരു ഉറങ്ങുകയായിരുന്നു. ആ ശിഷ്യൻ മാത്രം ഉറങ്ങിയില്ല. കാടുകൾ, മലനിരകൾ, ആശ്രമങ്ങൾ, ആധ്യാത്മിക ഗുരുക്കൾ, എല്ലാവരോടും ഒരേ ചോദ്യം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ ആത്മാവ് എങ്ങോട്ട് പോകുന്നു? ആരും ഉത്തരം നൽകിയില്ല. ആ ചോദ്യം ആ ഉള്ളിൽ ഒരു തീക്കനൽ പോലെ ഒരു ദിവസം പോലും അണഞ്ഞില്ല. ഒരു വൈകുന്നേരം, വിശപ്പും ദാഹവും കൊണ്ട് ബോധം മറയാറായ അവസ്ഥയിൽ ആ ശിഷ്യൻ ഒരു അപരിചിത ഗ്രാമത്തിലെത്തി. ഗ്രാമത്തിന്റെ അറ്റത്ത് മുല്ലപ്പൂക്കളുടെ മണം പരക്കുന്ന ഒരു ചെറിയ തോട്ടം. ഒരു മരച്ചുവട്ടിൽ ആ ശരീരം ഇരുന്നു. ഒടുവിൽ ഉറക്കം ആ ക്ഷീണത്തെ വിഴുങ്ങി. രാത്രിയിൽ ആ ഉണർവിൽ വഴിപോക്കരുടെ ഒരു സംഭാഷണം ചെവിയിൽ വന്നു. ആ തോട്ടം ഒരു വേശ്യയുടേതാണ്. ഞെട്ടലോടെ ആ ശിഷ്യൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇല്ല, ആ ക്ഷീണം ഇളകിയില്ല. ആ ഒറ്റരാത്രി അവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം പ്രഭാതം, ആ ഗ്രാമവഴിയിലൂടെ ഒരു ശ്മശാനയാത്ര. ആ തോട്ടത്തിന്റെ ജാലകത്തിൽ ആ സ്ത്രീ നിൽക്കുന്നു. ആ യാത്ര നോക്കി അവൾ തന്റെ അടുത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് ഒരു കൽപ്പന നൽകി. ആ ആൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒന്ന് നോക്കിവരൂ. ആ പെൺകുട്ടി ആ ജനക്കൂട്ടത്തിനൊപ്പം ഉടനിറങ്ങി. അല്പസമയം കഴിഞ്ഞ് ആ പെൺകുട്ടി മടങ്ങി വന്നു. അദ്ദേഹം സ്വർഗത്തിലേക്കാണ്. ആ സ്ത്രീ ആശ്വാസത്തോടെ, ഈശ്വരന് നന്ദി, ആ പുണ്യാത്മാവിന് സ്വർഗം ലഭിച്ചല്ലോ. ആ കുറ്റിച്ചെടിക്കിടയിൽ ആ ശിഷ്യനൊറ്റശ്വാസം, ഞെട്ടി. കുറച്ചുനേരം കഴിഞ്ഞ് ആ വഴിയിൽ മറ്റൊരു ശ്മശാനയാത്ര. ആ സ്ത്രീ വീണ്ടും ആ പെൺകുട്ടിയെ അയച്ചു.
ആ പെൺകുട്ടി തിരിച്ചു വന്നു. ഇദ്ദേഹം നരകത്തിലേക്ക്. ആ സ്ത്രീ ദീർഘനിശ്വാസത്തോടെ, കഷ്ടം, ആ ദുഷ്കർമ്മങ്ങൾ അദ്ദേഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോയല്ലോ. ആ ശിഷ്യൻ ഒട്ടി ആ സ്ത്രീയുടെ മുന്നിൽ, എല്ലാ അഹംഭാവവും വെടിഞ്ഞു വണങ്ങി. ഞാനൊരു സന്യാസി, മാസങ്ങളായി ഈ ഉത്തരം തേടി അലയുന്നു. അങ്ങേക്കിതെങ്ങനെ അറിയാം? ഈ രഹസ്യം ദയവായി പറഞ്ഞുതരൂ. ആ സ്ത്രീ ആ ശിഷ്യനെ നോക്കി. ഒരു നിമിഷം. ഒടുവിൽ ആ പെൺകുട്ടി ശാന്തമായി പറഞ്ഞു, ഇത് ലളിതമാണ് സ്വാമി. ആദ്യ ശ്മശാന യാത്രയിൽ ആ ആൾക്കൂട്ടം ആ മനുഷ്യനെ ഓർത്ത് ആത്മാർത്ഥമായി കരഞ്ഞു. ആ ഗ്രാമത്തിലെ ദരിദ്രർക്ക് അദ്ദേഹം നൽകിയ സഹായം, ഒരാൾക്കും ദ്രോഹം ചെയ്യാതെ ജീവിച്ച ആ ജീവിതം, ഓരോ കണ്ണുനീർത്തുള്ളിയും ഒരു നല്ല ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. ആ ആത്മാവ് സ്വർഗത്തിലേക്ക് മാത്രമേ പോകൂ. രണ്ടാം ശ്മശാനയാത്രയിൽ ആ ആൾക്കൂട്ടം ആ ശവം ചുമക്കുന്നതിനിടെ ആ മൃതന്റെ ക്രൂരതകൾ, സ്വാർത്ഥതകൾ, വഞ്ചനകൾ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. ആ ദുഷ്കർമ്മങ്ങൾ ആ ആത്മാവിനെ നരകത്തിലേക്ക് മാത്രം കൊണ്ടുപോകൂ. ആ ശിഷ്യൻ ഒടുവിൽ ആ ആശ്രമത്തിൽ തിരിച്ചെത്തി, ഗുരുവിന്റെ മുന്നിൽ ഒരു വിതുമ്പലോടെ. ഓരോ വാക്കും ഒരു ആശ്വാസം പോലെ പറഞ്ഞു. ആ ഗ്രാമം, ആ സ്ത്രീ, ആ ഉത്തരം. ഗുരു കേട്ടു. ദീർഘനിശ്വാസം. ഒടുവിൽ ആ കണ്ണുകൾ ഒരു നിമിഷം തിളങ്ങി. ഗുരു ഒരൊറ്റ വാക്കു പറഞ്ഞു, മകനെ, ഇതാണ് ആ ഉത്തരം. സ്വർഗവും നരകവും മരണശേഷം കണ്ടെത്താൻ പോകുന്ന ഇടങ്ങളല്ല. അവ ഇപ്പോൾ ഈ ജീവിതത്തിൽ നിന്റെ ഓരോ പ്രവൃത്തിയിലുമുണ്ട്. നന്മ ചെയ്യുന്നവൻ ജീവിതത്തിൽ, മരണത്തിൽ എന്നും സ്വർഗം. ദ്രോഹം ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്ന ഈ ദിനങ്ങൾ തന്നെ നരകം. ഈ ലോകം ഒരു കണക്ക് ബുക്കാണ്. ഒരൊറ്റ അക്കം തെറ്റില്ല, ഒരൊറ്റ കർമ്മം മറക്കില്ല. ഇപ്പോൾ ഒരു ചോദ്യം. നിങ്ങൾ ഈ ലോകം വിട്ടുപോകുന്ന ദിവസം ആ ശ്മശാനയാത്രയിൽ ആ ആൾക്കൂട്ടം നിങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി കരയുമോ? ആ ഉത്തരം ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ്. കർമ്മം ഒരു നിയമം, ഒരു ഊർജം. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒഴുക്കുന്ന നന്മ ഒടുവിൽ നമ്മിലേക്ക് തന്നെ തിരിച്ചുവരും. നമ്മൾ ഒഴുക്കുന്ന ദ്രോഹം ഒടുവിൽ നമ്മിലേക്ക് തന്നെ തിരിച്ചുവരും. നന്മ ചെയ്യൂ, ദയുള്ള വാക്കുകൾ ഉരിയാടൂ, കരുണ കൊണ്ടു നടക്കൂ. കാരണം ഒരു ദിവസം ആ ശ്മശാനയാത്രയിൽ ആ ആൾക്കൂട്ടം നിങ്ങളെ ഓർക്കുന്ന ഓർമ്മ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വർഗം. സീക്രട്ട് വിസ്ഡമിൽ ഇന്നിത്രമാത്രം. ഈ കഥ ഒരാൾക്ക് കൂടി കേൾക്കണമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. ഇനിയും കാണാം.